എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ആമുഖത്തിനെ പറയുന്നത് കീ ടു ഓപ്പൺ ദി മൈൻഡ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളു തുറക്കാനുള്ള താക്കോലാണ് ആ ഭരണഘടനയുടെ ആമുഖം എന്നുള്ളതാണ് അതിനെ കുറിച്ച് പറയുന്നത്. അതിൽ പറയുന്നതെല്ലാം ഭരണഘടനയുടെ സത്തയാണ്. ആ ഭരണഘടനയുടെ തുടക്കത്തിലുള്ള വാചകമുണ്ട്. ആളുകൾ തമ്മിൽ കലവില കൂട്ടി ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർമ്മാണ അസംബ്ലിയിൽ നടന്ന വലിയ ചർച്ച. ഇത് ഈ രാജ്യത്തിന്റെ ആമുഖം, ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് ജയ് ശ്രീറാം വിളിച്ചിട്ടാവണമെന്ന് ഒരു കൂട്ടർ പറഞ്ഞു. മറ്റൊരു കൂട്ടർ പറഞ്ഞു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള പേര് വേണം. ആ ആളുകളെ ബഹുമാനിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ആമുഖം കൊടുക്കണമെന്ന്. ഇങ്ങനെ പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഇന്ത്യയുടെ ആമുഖത്തിന്റെ തുടക്കം, ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ തുടക്കം എന്താണെന്നറിയോ? വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഈ രാജ്യത്തെ ജനങ്ങളായിട്ടുള്ള നമ്മൾ എന്ന് പറഞ്ഞിട്ടാണ് ഭരണഘടന എഴുതി വെക്കുന്നത്. അതില് സെക്യുലർ എന്ന് പറയുന്ന ഒരു വാക്ക് ഏറ്റവും വലിയ രൂപത്തിൽ എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാം. സെക്യുലർ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് പ്രത്യേകമായിട്ട് ഒരു മതത്തിനോടും ഒരു കൂറില്ല. അതായത് നിങ്ങൾ ഈ രാജ്യത്തെ ഭരണകർത്താക്കൾ ഒരു മതത്തിനെ ഈ രാജ്യത്തിന്റെ മതമായിട്ട് പറയരുത്. നിങ്ങൾ നിങ്ങളുടെ ആചാരങ്ങളിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊന്നും ഒരു മതത്തിന്റെ ചട്ടക്കൂടുമായിട്ട് മുന്നോട്ട് വരരുത്. എല്ലാവർക്കും ജീവിക്കാനുള്ള ഇടം ഈ രാജ്യത്തുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഭരണഘടന എഴുതി വെച്ചിട്ടുള്ളത്. അതിനനുസൃതമായിട്ടുള്ള നിലപാടുകൾ മതി, അതിനനുസൃതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മതി എന്ന് പറഞ്ഞിട്ടാണ് ഭരണഘടന തുടങ്ങുന്നത്. ആ ഭരണഘടന കയ്യിലേന്തിയ ആളുകളാണ് ഇന്ന് ചിരിച്ചുകൊണ്ട് നമ്മളുടെ അടുത്തേക്ക് നമ്മളുടെ മതേതരത്വത്തിനെ പുച്ഛിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇന്ന് മന്ദിർ മസ്ജിദ് ചർച്ചകൾ നടത്തുന്നത്. പള്ളികളൊക്കെ കുഴിച്ചു നോക്കണമെന്ന് പറയുന്നത് ഈ മനുഷ്യരാണ്. ഭരണഘടനയുടെ മുമ്പിൽ കൈവച്ച് അധികാരത്തിലേറിയ ആളുകളാണ് പറയുന്നത് പള്ളികളൊക്കെ കുഴിച്ചു നോക്കണമെന്ന്. അത് പണ്ടത്തെ അമ്പലമായിരുന്നു എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യം, ഇതിന്റെ ഭരണഘടന തുടക്കം കുറിച്ച നാള് മുതൽ ഈ രാജ്യത്തെ മതേതര സങ്കല്പത്തിന് വേണ്ടി നിലകൊണ്ട ആളുകളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ എന്നുള്ളത്. ഖായിദെ മില്ലത്തിന്റെ പ്രസംഗം കാണാം നിങ്ങൾക്ക്. ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ അസംബ്ലിയിൽ നടന്ന ഏറ്റവും കാതലായിട്ടുള്ള ചർച്ചകളില് ഖായിദെ മില്ലത്തിന്റെ പ്രസംഗം കാണാം. ബി പോക്കർ സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യന്റെ ഏറ്റവും കിറുകൃത്യമായിട്ടുള്ള വരികള് ഇന്ത്യയുടെ ഭരണഘടനയുമായിട്ട്, മതേതര ബോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇന്ത്യയിലെ മനുഷ്യന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മതപരമായിട്ടുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവരൊക്കെ വരച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിസൈനിൽ നിന്നുമാണ് ഇന്ന് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിനെ ഈ രൂപത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ ഇവർ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മന്ദിർ മസ്ജിദ് വിഷയം നിങ്ങൾക്കറിയാം. ആരാധനാലയ നിയമം എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവരിക. 47 ഈ നാട്ടിലുള്ള, ഈ രാജ്യത്തുള്ള പള്ളികൾ എന്തായിരുന്നു, ഈ നാട്ടിലുള്ള ചർച്ചുകൾ എന്തായിരുന്നു, ഈ നാട്ടിലുള്ള അമ്പലങ്ങൾ എന്തായിരുന്നു, മറ്റുള്ള ഓരോ ആരാധനാലയങ്ങളും എങ്ങനെയായിരുന്നു, അതിന് അതേപടി വെക്കണം എന്നുള്ളതാ നിയമത്തിൽ പറയുന്നത്. അത് അതേപടി മതി. അതിനിടയ്ക്ക് ചിലർക്ക് സംശയം, അത് പള്ളിയല്ലല്ലോ, അത് അമ്പലമാണല്ലോ എന്ന്. എന്നിട്ട് കുഴിച്ചു നോക്കാൻ വേണ്ടി പെർമിഷൻ എടുക്കുന്നു. മറ്റൊരാളെ കേൾക്കുന്നു കൂടിയില്ല. നിങ്ങൾ അറിയണം, ഒരു നിയമം എങ്ങനെ നടപ്പിലാക്കും? ഒരു സംശയം ഉണ്ടായാൽ മറ്റൊരു കക്ഷിയെ കേൾക്കുക എന്ന് പറയുന്ന സാമാന്യ സാമൂഹിക നീതിയില്ലേ, അതുപോലും ഇല്ലാതെ എക്സ് പാർട്ടി ഓർഡറുമായിട്ട് വരികയാണ്. എന്നിട്ട് കമ്മീഷൻ വന്ന് ഞങ്ങൾ ഇത് കുഴിച്ചു നോക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെ കുഴിച്ചു നോക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകൾ, ആ പള്ളിയിലെ ഖതീബ് ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുമല്ലോ, നിങ്ങൾ എന്ത് കമ്മീഷനാ? ഞങ്ങളെ കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് നോട്ടീസ് തന്നിട്ടില്ല. ഒരു നോട്ടീസ് തരിക എന്ന് പറയുന്ന സാമാന്യ ബോധമുണ്ടല്ലോ. ഒരു കോടതി നടപടിയാകുമ്പോൾ, ഒരു നിയമ നടപടിയാകുമ്പോൾ മറ്റൊരു പാർട്ടിക്ക് നോട്ടീസ് കൊടുക്കലുണ്ടല്ലോ. ഇതൊന്നുമില്ലാതെ അത്തരത്തില് ഒരു കമ്മീഷനുമായി കൂട്ടി വന്ന് ഞങ്ങളൊന്ന് മാന്തി നോക്കണം, ഇതിനടിയിലാണ് എന്ന് പറയുമ്പോൾ വെടിവെച്ച് ആളെ കൊല്ലുന്ന സർക്കാരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം.
കേന്ദ്രം ഭരിക്കുന്ന ആളുകൾക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോട്, ഈ രാജ്യത്തിന്റെ സവിശേഷമായിട്ടുള്ള മതേതരത്വ മൂല്യങ്ങളോട് യാതൊരു കൂറുമില്ല എന്നുള്ളത് തിരിച്ചറിയുക. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ മുൻ തലമുറക്കാരായിട്ടുള്ള ആളുകൾ ചോര നീരാക്കി എടുത്തിട്ടാണ് ഈ രാജ്യത്തിന് ഈ രൂപത്തിലാക്കി എടുത്തത്. നിങ്ങൾക്കറിയാം, പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. രാജ്യം ഭരിക്കാൻ തുടങ്ങുമ്പോൾ നെഹ്റു പറഞ്ഞ ഒരു കാര്യമുണ്ട്, എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ചർച്ചയിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ അദ്ദേഹം പങ്കുവെക്കുന്ന ആശങ്കകളുണ്ട്. 5 ഇയർ പ്ലാനുകളെ കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. കോൺഗ്രസിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ചിന്തകളെയൊക്കെ വകഞ്ഞു മാറ്റി ഏകദേശം ഒരേ സ്വരത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആശങ്കകളുമായിട്ട് ചില മനുഷ്യർ കൂടി വരുന്നത്. അവരെ സ്വാതന്ത്ര്യത്തിന് മുമ്പേ തുടങ്ങിയ പദ്ധതിയുടെ ഒക്കെ ആവിഷ്കാരമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ രാജ്യമല്ല, നമ്മളുടെ രാജ്യമല്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവരോട് തിരിച്ച് നമ്മൾ പറയുന്നത് നമ്മളുടെ രാജ്യമാണിത് എന്ന. ഈ അടുത്ത ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വീണ്ടും ഹർജി വന്നിരുന്നു. എന്താ ഹർജിയിൽ പറഞ്ഞത്? രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സെക്യുലർ എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, സെക്യുലർ മതേതരത്വം എന്ന് പറഞ്ഞ വാക്ക്, അതിനെ ഒന്ന് മാറ്റണം എന്നുള്ളത്. കോടതി പറഞ്ഞു, നിങ്ങളത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അത് എഴുതി വെച്ചതാണ്, ആ വിഷയം ഇവിടെ ക്ലോസ് ചെയ്തതാണ്. എത്ര തവണ അത് ആഡ് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് എങ്കിലും ചർച്ചയ്ക്ക് വിധേയമായി കാലാനുസൃതമായിട്ട് അത് നിർബന്ധമാണ്, ഈ രാജ്യത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ അടയാളമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതി വെക്കപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹർജിക്കാരെ തിരിച്ചയക്കുന്ന സമീപനം നമ്മൾ കണ്ടു. ഇതിങ്ങനെയൊക്കെയാണ് എങ്കിലും ഏറ്റവും ദൃഢമായിട്ടുള്ള ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പറയുമ്പോഴും ഈ നാട്ടിലുള്ള ഈ പാവപ്പെട്ട മനുഷ്യരെ, ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ, ഇവിടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാൻ, അവരെ മുന്നോട്ട് നയിക്കാൻ, അവർക്ക് സുരക്ഷിതത്വം ഉറപ്പു നൽകാൻ ഇവിടെയുള്ള ഒരു ഭരണഘടനയ്ക്കും ഇന്ന് ഇവിടെയുള്ള ഒരു ഭരണകൂടത്തിനും, അത് കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അവരെ ഫാസിസ്റ്റ് സർക്കാർ, ഫാസിസം എന്ന് പറയുന്ന ഒരു ആശയത്തിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നതിന് മുൻപ് ഗുജറാത്തിൽ അദ്ദേഹം നടത്തിയ നടനായാട്ടുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഗുജറാത്തിലെ കൊടും ക്രൂരത ചെയ്ത ഒരു മനുഷ്യൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് വരുന്നത്. അങ്ങനെയല്ലല്ലോ ഉണ്ടാവേണ്ടത്. കുറ്റവാളിയായിട്ടുള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കുക? ഗുജറാത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളിയതിൽ ക്രിമിനൽ ലിസ്റ്റിൽ നരേന്ദ്രമോദിയുടെ പേരുണ്ട്. ആർക്കാ അറിയാത്തത്? ഏത് ചാനലുകാർക്ക് അറിയാത്തത്? ഏത് നേതാവിനാണ് അതിനെക്കുറിച്ച് അറിവില്ലാത്തത്? എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദി നടത്തിയ റൈറ്റാണ്, കലാപമാണ് ഗുജറാത്തിലെ ഏറ്റവും കൊടിയ കലാപം എന്നുള്ളത്. ആളുകളെ കൊന്നൊടുക്കിയത്, തീയിട്ട് ചാമ്പലാക്കിയത്. അവിടെ MP എന്നോ MLA എന്നോ ഇല്ലാതെ ആളുകളെ കത്തിച്ചത്, ജീവനോടെ കത്തിച്ചത്. ഇഹ്സാൻ ജഫ്രി എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ MP-യെ പച്ചയോടെ കത്തിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ഇപ്പോഴും നടക്കുകയാണ്. ആ കേസിൽ നരേന്ദ്രമോദി പ്രതിപട്ടികയിലുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. ഇഹ്സാൻ ജഫ്രി ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട് പറയുകയാണ്, മിസ്റ്റർ നരേന്ദ്രമോദി, എന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ആക്രമിക്കുന്നുണ്ട്, നിർത്തണം, അത് നിങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിച്ചിട്ട് തിരിച്ചു മറുപടി ഇല്ലാതെ ഫോൺ വെച്ച ഈ നരേന്ദ്രമോദി പ്രതിക്കൂട്ടിലാണ്. ഇഹ്സാൻ ജഫ്രി വീട് തുറന്നു കൊടുത്തു, ആളുകളോട് പറഞ്ഞു, നിങ്ങൾ വാ, എന്റെ വീട്ടിൽ നിൽക്കൂ, എന്റെ വീട്ടിലേക്ക് ഒരുത്തനും വരില്ല, ഇതൊരു MP-യുടെ വീടാണ്, ഇതിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറ്റുക. ആ സമയത്ത് സാക്കിയ ജഫ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഇഹ്സാൻ ജഫ്രിയുടെ ഭാര്യ, അവര് മുകളിലേക്ക് പോയി, താഴെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ മനുഷ്യര് ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ സാക്കിയ ജഫ്രി കണ്ട കാഴ്ച എന്താ? ആ വീടിന്റെ മതിലും പേരിച്ച് വീടിന്റെ അകത്തേക്ക് വന്നിട്ടുള്ള അക്രമകാരികളായിട്ടുള്ള ആളുകൾ, അവിടെ കൂടിയിരുന്ന ആളുകളെ മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള അയൽവാസികളെ മാത്രമല്ല, ഇഹ്സാൻ ജഫ്രിയെ വരെ പച്ചയ്ക്ക് തീയിട്ട് ചമ്പലാക്കുന്ന കാഴ്ച കണ്ട പത്നി സാക്കിയ ജഫ്രി ഇപ്പോഴും കേസുമായിട്ട് കോടതിയിലേക്ക് നടക്കുന്നുണ്ട്.
സാക്കിയ ജെഫ്രി ഇപ്പോഴും കോടതിയിലേക്ക് കയറിയിറങ്ങാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുക, സാക്കിയ ജെഫ്രി പറയുന്നു, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഐ വിറ്റ്നസ്സാ, ഞാൻ ദൃക്സാക്ഷിയാ, ഈ സംഭവത്തിലെ ആദ്യത്തെ വിറ്റ്നസ് ദൃക്സാക്ഷി ഞാനാണ് എന്ന് സാക്കിയ ജെഫ്രി പറയുമ്പോൾ കോടതി എന്താ പറയുന്നത് അറിയാം നിങ്ങൾക്ക്? ഈ സ്ത്രീക്ക് ഭ്രാന്താണ് എന്ന്. ഈ സ്ത്രീക്ക് ഭ്രാന്താണ് എന്നാണ് കോടതി പറയുന്നത്, പരമോന്നത കോടതി, സുപ്രീം കോടതി പറയുന്നത്. ഈ രൂപത്തിൽ കേസുകൾ നടക്കും. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്. ഇനി മറ്റൊരു സ്ത്രീ, ഇവിടെ തട്ടമിട്ടിട്ടുള്ള ഉമ്മമാരുണ്ട്, നിങ്ങൾ ആലോചിക്കണം, ഈ രാജ്യത്ത് മറ്റൊരു സ്ത്രീ തട്ടമിട്ട് പർദ്ദയിട്ട് മുഖത്ത് നിഖാബ് അണിഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. പേര് ബിൽക്കീസ് ബാനു എന്നുള്ളതാ. സ്വന്തം വയറ്റിലുള്ള കുഞ്ഞിനെ കുത്തിക്കൊലപ്പെടുത്തുന്നതിന് സാക്ഷിയായിട്ടുള്ള, ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകളെയും തന്നെയും ക്രൂരമായി പീഡിപ്പിക്കുന്നതിന് സാക്ഷിയായിട്ടുള്ള, സ്വന്തം പൊന്നുമോളെ പടയിളകി കൊടിവാനിലുയർത്തി വരുന്നു ഞങ്ങൾ സമരവുമായി. പിറന്ന മണ്ണിൽ മരിക്കുവോളം മനുഷ്യരെ പോൽ ജീവിക്കാൻ. പടയിളകി കൊടിവാനിലുയർത്തി വരുന്നു ഞങ്ങൾ സമരവുമായി. പിറന്ന മണ്ണിൽ മരിക്കുവോളം മനുഷ്യരെ പോൽ ജീവിക്കാൻ. പകലിരവെന്നൊരു ഭേദവുമില്ല, പൊരുതാനുറച്ച് യൂത്ത് ലീഗ്. സമരയൗവനം തെരുവിലിരമ്പും ഡേ നൈറ്റ് മാർച്ച്.